ഭയങ്കര ജാട. നമ്മളോട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയില്ല. സ്വന്തം കാര്യം നോക്കി ജീവിച്ചിട്ട് അതന്നെ ഉണ്ടല്ലോ ഇല്ല താത്താനോടും എപ്പോഴും പറയാം. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോണത് ലൈലത്താത്താനെ കുറിച്ചാണ്. ലൈലത്താത്ത എന്ന് പറഞ്ഞാൽ ഒരു 10-27 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ലൈലത്താത്ത. അറിയാവണേന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, അടുത്തറിയാവുന്ന ഒരാളാണ് ലൈലത്താത്ത. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് തന്നെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാമറൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലൈലത്താത്താനെ കുറിച്ചാണ്. ലൈലത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അടുത്തിടപഴകുന്ന ഒരാളാണ്. അപ്പോൾ ലൈലത്താത്താനെ കുറിച്ച് എനിക്കറിയണത്ര വേറെ ആർക്കും പറഞ്ഞു തരാൻ അറിയില്ല. ഒരാളെ കുറിച്ച് അടുത്തറിയണ ഒരാൾക്ക് മാത്രമാണ് ഒരാളെ കുറിച്ച് ആധികാരികമായിട്ടൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്താണെന്നുണ്ടെങ്കിലും ഒരാളെ സ്വഭാവം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അയാളായിട്ട് അടുക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് വിചാരിക്കും ഭയങ്കര ജാടയാണ്, ഭയങ്കര റൂഡ് ക്യാരക്ടറാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പാവങ്ങൾ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചും ചില ആൾക്കാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സോപ്പിങ്ങും ഭയങ്കര നല്ല പെരുമാറ്റമായിരിക്കും നമ്മളോട്. പക്ഷെ നമ്മളോട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയും. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അടുത്ത് ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുള്ളൂ, ഓഹോ ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് മുതലേ എല്ലാവരും പറയണത്, ഒരു ബുക്കിൻ്റെ ചെട്ട കണ്ടിട്ട് നമുക്ക് ആ ബുക്കിൽ എന്താണുള്ളത് നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു യൂട്യൂബിൽ വീഡിയോക്ക് തമ്പനയിൽ കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് ആദ്യം തന്നെ വിലയിരുത്താൻ പാടില്ല. അത് ഫുള്ള് കണ്ടുനോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ അറിയണ ലൈലത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിട്ടേ ഇല്ല. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് കുട്ടികളായി മക്കള് ഭർത്താവ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. കുറച്ചൊക്കെ നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്നാണ് കേട്ടോ ഞാൻ പറയാം. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമൊക്കെ മാറ്റി വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കിലും ഓലെ നോക്കണം, അത് നമ്മളെ കടമയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ കുട്ടികളും മക്കളിൽ നിന്ന് മാത്രം കരുതി നമ്മൾ ജീവിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും. പണ്ട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ നവ്യ നായർ പറഞ്ഞ പോലെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മക്കൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് അത് ചെയ്തുകൂടേനോ, നിങ്ങൾ എന്തിനാ വെറുതെ ഇരുന്നത് നമ്മളോട് ചോദിക്കും. നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ടാവില്ല, നമ്മൾ കുട്ടികളും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ എനിക്ക് അത് തന്നെ കേട്ടോ ലൈലത്താത്താനോടും എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഈ ലൈലത്താത്താനെ ഞാൻ കാണുന്ന അന്ന് മുതലേ ഈ കുട്ടികൾ മാപ്പിള, എൻ്റെ കുട്ടികൾ മാപ്പിള എന്ന് പറഞ്ഞുകൊണ്ട് ഓല കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു വയ്യായിക ഉണ്ടെങ്കിൽ പോലും അത് കിടക്കൂല. അപ്പോഴും എൻ്റെ കുട്ടികൾക്ക് അത് വേണം, എൻ്റെ കുട്ടികൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നീച്ച് നടക്കുന്ന ഒരാളാണ്. ഈ കുട്ടികൾക്ക് ഒരു പനി വന്നാൽ പോലും പിന്നെ ലൈലത്താത്താക്ക് ഉറങ്ങാൻ കഴിയില്ല. ഉറക്കം വെച്ച് കുട്ടികൾക്ക് കാവിൽ നിൽക്കുന്ന പണിയാണ് പിന്നെ ലൈലത്താത്താക്ക്. കുട്ടികൾക്ക് ഇപ്പോൾ വലുതായി, ഇപ്പോൾ പേരക്കുട്ടികളെ നോക്കി നടക്കുകയാണ് അപ്പോൾ ലൈലത്താത്താൻ്റെ പണി. അപ്പോൾ എനിക്ക് ഈ ലൈലത്താത്താനോട് പറയാനുള്ളത്, കുറച്ചൊക്കെ നമ്മളെ ഹെൽത്ത് നോക്കുക, നമ്മളെ കാര്യങ്ങൾ നോക്കുക. എന്ത് ഇതാ കണ്ടില്ലേ, ചോറുന്നാൻ പോരും. ഇതാണ് ഇപ്പോൾ ലൈലത്താത്താൻ്റെ അവസ്ഥ. ലൈലത്താത്താക്കൊന്ന് കടക്കണം. അപ്പോൾ കടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോറുന്നണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ വേഗം പോയി ചോറുന്നിട്ട് എന്നാലും എൻ്റെ അമ്മക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും 27 വർഷമായിട്ട് എനിക്ക് അറിയണം, അടുത്തറിയാവുന്ന ഈ ലൈലത്താത്തനെ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ അയക്കുമെന്ന് എനിക്കറിയില്ല. മുഖമൊന്നും കാണിച്ചു തരാൻ അയക്കൂല. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താമ്മ ചോറ്? എനിക്ക് ചോറ് വേണ്ട, കഞ്ഞതി. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ലൈലത്താത്ത. 27 വർഷമായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ ലൈലത്താത്ത എൻ്റെ അമ്മ. അപ്പോൾ വീഡിയോയിൽ മുഖം കാണുമെന്ന് കരുതിയിട്ടാണ് കടന്ന് കറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. ടാറ്റാ.